നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ. മഴ തുടരുന്നു. നിരവധി വീടുകൾക്ക് നാശം. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തനം തുടങ്ങി. കനത്ത മഴ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ വീടിന് ഭീഷണിയായി മണ്ണെടുത്ത് മാറ്റാൻ സാധിക്കാത്ത ഒരു കുടുംബം. പന്നിമറ്റം മാരിയിൽ വീട്ടിൽ സതീഷ് കുമാറും കുടുംബവുമാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം വിഷമിക്കുന്നത്. തൊടുപുഴയ്ക്ക് സമീപം ആലക്കോട് ജംഗ്ഷനിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന ബന്ധുക്കളായ 2 യുവാക്കൾ മരിച്ചു. മുത്തങ്ങയിൽ നിന്നും കുടിയിറക്കപ്പെട്ടവർക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുക, വേടൻ ഗോത്രത്തിന് പട്ടികവർഗ പദവി നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആദിവാസി സംഘടന നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. അശരണരെയും താളതെറ്റിയ മനസ്സുള്ളവരെയും സഹായിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ അജിത് പാട്ടീൽ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തൊടുപുഴ മേഖലയിൽ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ ജനജീവിതം ദുസ്സഹമായി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലങ്കര അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് പുഴയിൽ ജലനിരപ്പ് ഉയരാൻ ഇടയാക്കി. ഇതോടെ പുഴയോരത്ത് താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്ന വീട്ടുകാർ ഭീതിയിലായി. മേഖലയിലെ തോടുകളിലെല്ലാം വെള്ളമുയർന്നു. പല റോഡുകളിലും വെള്ളം നിറഞ്ഞു. മൗണ്ട് സീനായ് വടക്കുമര റോഡിൽ നിന്നും ഇന്നലെയും ജലനിരപ്പ് ഉയർന്നത് കാൽനട യാത്രക്കാർക്കും ചെറുവാഹന യാത്രക്കാർക്കും വലിയ ദുരിതമായി. ഇടതടവില്ലാതെ പെയ്യുന്ന കനത്ത മഴ തൊഴിൽ മേഖലയും സ്തംഭിപ്പിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. വ്യാപാര മേഖലയ്ക്കും കനത്ത മഴ തിരിച്ചടിയായി. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റോഡിൽ വെള്ളക്കെട്ടുണ്ടായത് കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാരെ വലച്ചു. സമീപത്തുള്ള കടകളിലും വെള്ളം കയറി. ഈ ഭാഗത്ത് ഓട ഇല്ലാത്തതാണ് ചെറുമഴയ്ക്ക് പോലും വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. വലിയ മഴ പെയ്യുമ്പോഴത്തേക്കും വെള്ളം നിറഞ്ഞു വരിക, വണ്ടിയൊക്കെ പോകുമ്പോൾ കടയിലോട്ട് അടിച്ചു കയറുക. കാന ശരിയായിട്ടില്ല, അവിടെ ഓടയും ശരിയായിട്ടില്ല. നല്ല മഴ വരുമ്പോഴത്തേക്കും വെള്ളം കെട്ടിക്കിടക്കുക. കാന മുഴുവൻ അവിടെ വേസ്റ്റിലെ കൊണ്ടിട്ട് ഒടിച്ചിരിക്കുക. മുനിസിപ്പാലിറ്റിക്കാർ ഓട നന്നാക്കുവാണെങ്കിൽ പിടിയത് വെള്ളം ഇറങ്ങിപ്പോൾ യാതൊരു കുഴപ്പമില്ലായിരുന്നു. കനത്ത മഴയെ തുടർന്ന് പെരിയാറിൽ സംഗമിക്കുന്ന ചിന്നാർ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. കല്ലാറിൽ നിന്നും ആരംഭിച്ച് ഈട്ടിത്തോപ്പ്, പെരിഞ്ചാംകുട്ടി, മേലെ ചിന്നാർ വഴി ഒഴുകിയെത്തുന്ന ചിന്നാർ പുഴ പനംകുട്ടിയിലെത്തുമ്പോഴാണ് പെരിയാറുമായി സംഗമിക്കുന്നത്. തൂവലാർ, കാര്യത്തോട് എന്നീ നീരൊഴുക്കുകളും ചിന്നാറിൽ സംഗമിച്ചാണ് പെരിയാറിലെത്തുന്നത്. കർക്കിടകം പകുതി കഴിഞ്ഞിട്ടും കനിയാത്ത കാലവർഷത്തിനായി കേരളീയർ കാത്തിരിക്കുമ്പോൾ മഴ പെയ്യരുതേ, പുഴയിലെ ജലനിരപ്പ് ഉയരരുതേ എന്ന പ്രാർത്ഥനയോടെ ഇളംദേശത്ത് വെള്ളപ്പൊക്ക ഭീഷണിയിൽ ഒരു പട്ടികജാതി കുടുംബം. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽപ്പെട്ട ഇറക്കുപാലത്താണ് വടക്കനാറിന്റെ തീരത്ത് സ്ഥിരതാമസമാക്കിയ അമ്പലപ്പറമ്പിൽ കൃഷ്ണനും കുടുംബവും മലവെള്ളപ്പാച്ചിലിന്റെ ഭീഷണിയിൽ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. നദീതട പദ്ധതിയിൽ പട്ടികജാതി കുടുംബത്തെയും ഉൾപ്പെടുത്തിയ സർക്കാർ പുഴയുടെ തീരം കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും സൗകര്യപൂർവ്വം കൃഷ്ണന്റെ കുടുംബത്തെ മാത്രം അവസാന സമയത്ത് തന്ത്രപൂർവ്വം ഒഴിവാക്കിയായിരുന്നത്രേ. ഞങ്ങൾക്ക് ഗവൺമെൻറ് ഒരു സഹായം കിട്ടുന്നില്ല. ഇവിടെ സർക്കാരിൻ്റെ സഹായം സമ്പന്നന്മാരൊക്കെ കോടികൾ ആസ്തിയുള്ളവരെല്ലാം മേടിച്ച് ഇവിടെ അവർ മണ്ണ് സംരക്ഷിക്കും, പുഴയുടെ ശല്യമൊന്നും ഇല്ലാത്തവരെല്ലാം കിട്ടി ഞങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഇവിടെ സർവേ ചെയ്ത് പോയത്. കഴിഞ്ഞ 1913 ഇവിടെ ഞങ്ങൾ സ്വന്തം ചെലവ് ചെയ്ത് അവിടെ വെള്ളം കയറാതെ സൈഡ് കെട്ടാനായിട്ട് കുറേ കല്ലുമൊക്കെ പൊട്ടിച്ച് അവിടെ കുറച്ച് കെട്ടിയപ്പോഴേക്കും പഞ്ചായത്ത് വന്ന് തടസ്സം ചെയ്ത് ആ കെട്ട് തടഞ്ഞു കളഞ്ഞ്. ശക്തമായ മഴവെള്ളം ഒഴുകുന്ന വടക്കനാറിന്റെ അപകട ഭീഷണി ഇല്ലാത്ത തീരപ്രദേശങ്ങൾ പോലും കരിങ്കൽ ഭിത്തി കെട്ടിയപ്പോൾ ഈ കുടുംബത്തെ മാത്രം ഒഴിവാക്കിയതെന്നും കൃഷ്ണൻ പറയുന്നു. പുരയിടത്തിന്റെ അതിർത്തിയിലെ നീരൊഴുക്കുള്ള ഭാഗം സംരക്ഷിക്കുന്നതിന് സർക്കാർ ഫണ്ട് കൃഷ്ണന് ലഭ്യമായിട്ടില്ല. സ്വന്തമായി പണികൾ നടത്താൻ ശ്രമിച്ചതും രാഷ്ട്രീയക്കാർ ഇടപെട്ട് തടയുകയായിരുന്നു അത്രേ. പണികൾ തടയുന്നതിനായി അനേകം തവണ പോലീസ് എത്തിയതും കൃഷ്ണനും കുടുംബവും പറയുകയുണ്ടായി. ഇവിടെ എല്ലാം സർവേ ചെയ്ത് പോയതാ. ചെക്കിടാവും പണിതും മോള് വരെ കെട്ടി. ഞങ്ങൾക്ക് മാത്രമില്ല, ഞങ്ങൾക്ക് പ്രകാരം 40,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് തരാൻ കഴിയാതാണ് ഇവരെല്ലാവരും കൂടി വന്ന് കെട്ട് അടഞ്ഞത്.
1982 സർക്കാർ പട്ടയം നൽകിയ 50 സെന്റ് പുരയിടത്തിന്റെ സംരക്ഷണത്തിനാണ് കൃഷ്ണൻ ശ്രമിക്കുന്നത്. ഈ സ്ഥലം പുറമ്പോക്കാണെന്ന് വരുത്തി തീർത്ത് വള്ളിയമറ്റം പഞ്ചായത്ത് അധികൃതരും കൃഷ്ണനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചതായും വീട്ടുകാർ പറയുന്നു. മുൻവർഷങ്ങളിൽ പുരയിടത്തിലും വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ടെന്നും കൃഷ്ണൻ പറയുന്നു. കായ്ഫലമുള്ള തെങ്ങും കവുങ്ങും കാപ്പിയും കൊക്കോയും തെങ്ങും റബ്ബറും തുടങ്ങി അനവധി കൃഷിദേഹണങ്ങളാണ് പുഴയിലെ വെള്ളം പറമ്പിൽ കൂടി ഒഴുകുന്നതിനാൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. കാഞ്ഞാർ ഇലവീഴ പുഞ്ചിറ റോഡിൽ ചക്കിക്കാവിന് സമീപം മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം സ്തംഭിച്ചു. PWD ഏറ്റെടുത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണിത്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി ആരംഭിച്ചു. കാഞ്ഞാർ കൂട്ടുള്ളി ചക്കിക്കാവ് ഇലവിഴ പുഞ്ചിറ റൂട്ടിലെ നിങ്ങൾ ഈ കാണുന്ന ദൃശ്യം ഒരു 2 ദിവസമായി തോരാതെ പെയ്യുന്ന മഴയിൽ മണ്ണിടിഞ്ഞ് നേരത്തെ മുതലേ അല്പം ഇടിഞ്ഞുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ വർഷം മണ്ണ് നന്നായിട്ട് കുതിർന്ന് ശരിക്കും മണ്ണിടിഞ്ഞ റൂട്ടിലേക്ക് വീണിരിക്കുകയാണ്. അപ്പം JCB വിളിച്ചിട്ടുണ്ട്, ഉടൻ തന്നെ എത്തും. അപ്പോൾ ഒരു 2-3 മണിക്കൂറിൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മലങ്കര ജലാശയത്തിലെ വെള്ളം തുറന്നു വിട്ടതിനെ തുടർന്ന് മലങ്കര പാലം കരകവിഞ്ഞൊഴുകി. ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടവെട്ടി മുട്ടം പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക മാർഗമാണിത്. കഴിഞ്ഞ കാലങ്ങളിൽ ഷട്ടർ തുറക്കുമ്പോൾ ഡാമിൽ മുകളിലുള്ള പാത തുറന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണ് പതിവ്. എന്നാൽ ഇന്നലെ പാലം തുറന്നു കൊടുക്കാൻ അധികൃതർ തയ്യാറായില്ല. കൂടാതെ ഡാമിന്റെ മുകൾ ഭാഗത്തുള്ള ലൈറ്റുകൾ അണച്ചത് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു. ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് 15 കിലോമീറ്ററോളം ചുറ്റിയാണ് ഇരുകരകളിലും പെട്ടവർ വീടണഞ്ഞത്. ഞാനിപ്പോൾ സന്ധ്യ ആയപ്പോഴാണ് ഇവിടെ വന്നപ്പോഴായി വെള്ളം കയറി പോയി അറിയുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയ സമയത്ത് MAPയുടെ ഗേറ്റ് തുറന്നു തന്നു. ഇപ്രാവശ്യം ഗേറ്റ് തന്നിട്ടില്ല. ഒരു വാഹനം വിടുന്നില്ല, ജനങ്ങളെ വിടുന്നില്ല, ഒരു വെട്ടം ഇട്ടിട്ടില്ല. ഇതിങ്ങനെ ആയതുകൊണ്ട് ഇവിടുത്തെ ജനം ഇപ്പോൾ വളരെ വലഞ്ഞു നിൽക്കുകയാണ്. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ വീടിന് ഭീഷണിയായ മണ്ണെടുത്ത് മാറ്റാൻ സാധിക്കാതെ വിഷമിക്കുകയാണ് ഒരു കുടുംബം. വെള്ളിയമറ്റം പഞ്ചായത്തിലെ പന്നിമറ്റം മാരിയിൽ വീട്ടിൽ വിമുക്ത ഭടനായ സതീഷ് കുമാറും കുടുംബവുമാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം വിഷമിക്കുന്നത്. തന്റെ വീടിന്റെ പുറകുവശത്തുള്ള മൺതിട്ടിയിടിഞ്ഞ് വീടിന് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയ സതീഷ് കുമാർ മഴക്കാലത്തിനു മുമ്പ് തന്നെ മണ്ണെടുത്തു മാറ്റുന്നതിന് അനുവാദം തരണമെന്ന് കാണിച്ച് പഞ്ചായത്തിലും വില്ലേജിലും അപേക്ഷ കൊടുത്തിരുന്നു. അതുപ്രകാരം വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് RDOയ്ക്ക് കൊടുത്തിരുന്നു. മണ്ണെടുത്തു മാറ്റാൻ അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞ് RDO നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അനുവാദം കൊടുക്കാതെ പല പ്രാവശ്യം കളക്ടറേറ്റിൽ വിളിച്ചു വരുത്തുകയും ഉദ്യോഗസ്ഥർ അപമാനിച്ചു വിടുകയുമാണ് ഉണ്ടായതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുത്ത് ഇത് മണ്ണെടുത്ത് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ കളക്ടർക്ക് അപേക്ഷ കൊടുത്തിരുന്നതാണ്. ഇതുവരെ മാറ്റം തീരുമാനമൊന്നും ആയില്ല. ഇപ്രാവശ്യത്തെ മഴയത്ത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തുനിന്ന് ഒരു തെങ്ങ് കടവഴി വീഴുകയോ പിന്നെ വീട് നശിക്കുകയോ നാശനഷ്ടങ്ങളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അവർ വീട്ടിൽ വന്ന പ്രാഥമിക ആവശ്യങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ബാത്റൂമൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മണ്ണെടുത്ത് മാറ്റുന്നതിന് വേണ്ട നടപടി എത്രയും വേഗം അവിടെ നിന്ന് ഉണ്ടാകണമെന്ന്. മഴക്കാലത്തിന് മുമ്പ് അപേക്ഷ കൊടുത്തിരുന്നെങ്കിലും മഴ തുടങ്ങി മണ്ണിടിച്ചിലുണ്ടായിട്ടും സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ പോലും ഉദ്യോഗസ്ഥർ കൂട്ടാക്കിയിട്ടില്ല. മണ്ണ് വീണ വീടിന്റെ ഒരു ഭാഗം നിലംപൊത്തിയിരിക്കുകയാണ്. ഇതിനിടെ ഒരു മേജർ ഓപ്പറേഷന് വിധേയനായ സതീഷിനെ കോലഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർമാർ അദ്ദേഹത്തിന് 3 മാസം വിശ്രമം പറഞ്ഞിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തിയാൽ മണ്ണ് വീണ കക്കൂസ് ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. ഇക്കാര്യം ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ വീണ്ടും ഒരു അപേക്ഷയുമായി വരണമെന്നാണ് അവർ പറയുന്നത്. വൃദ്ധയായ അമ്മയും സുഖമില്ലാത്ത സതീഷും ഭാര്യയും 3 കുട്ടികളും അടങ്ങിയ ഈ കുടുംബം മഴ പെയ്യുമ്പോൾ ഭീതിയുടെ നിഴലിലാണ്. എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി തരണമെന്ന് 25 വർഷക്കാലം ഇന്ത്യൻ പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച വിമുക്തഭടൻ കൂടിയായ സതീഷ് കുമാർ പറയുന്നു. തൊടുപുഴയ്ക്ക് സമീപം ആലക്കോട് ജംഗ്ഷനിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന ബന്ധുക്കളായ 2 യുവാക്കൾ മരിച്ചു. ചാലാശ്ശേരി സ്വദേശികളായ അജ്മൽ, അഷ്റഫ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7ഓടെയായിരുന്നു സംഭവം. തെറ്റായ ദിശയിൽ കാർ അമിത വേഗത്തിൽ എത്തിയതാണ് അപകട കാരണമെന്ന് പറയപ്പെടുന്നു. കനത്ത മഴയ്ക്കിടെയാണ് രാവിലെ അപകടം നടന്നത്. സ്കോർപിയോ ഇടിച്ച ഓട്ടോ പിന്നാലെ വന്ന മറ്റൊരു വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അഷ്റഫ് സംഭവ സ്ഥലത്തും അജ്മൽ ആശുപത്രിയിലുമാണ് മരിച്ചത്. കശാപ്പ് തൊഴിലാളിയായ അഷ്റഫ് കശാപ്പ് ചെയ്ത് ഇറച്ചിയുമായി വരുമ്പോൾ കലയന്താനി ഭാഗത്തു നിന്ന് വന്ന് സ്കോർപിയോ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയ ഓട്ടോ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത്. വാൻ അമിത വേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു.
അനുദിനം വികസിക്കുന്ന മുട്ടത്ത് പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുട്ടത്ത് സംസ്ഥാന സർക്കാർ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല. തൊടുപുഴയുടെ ഉപനഗരമായി മാറിയ മുട്ടത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിന്റെ സാഹചര്യത്തിലാണ് മുട്ടത്ത് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യം ശക്തമാകുന്നത്. മലങ്കര ടൂറിസം പദ്ധതി, ജില്ലാ കോടതി ഉൾപ്പെടെയുള്ള നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെല്ലാം മുട്ടത്താണ് പ്രവർത്തിക്കുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ടൂറിസം പദ്ധതി പ്രദേശത്ത് എത്തുന്ന വാഹനങ്ങളിൽ പലതും മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കാനുള്ള സുരക്ഷിത താവളമാക്കുകയാണ് ഇവിടം. വിദ്യാർത്ഥികളെ ഉൾപ്പെടെ കണ്ണികളാക്കി കഞ്ചാവ് മാഫിയ പിടിമുറുക്കുന്നുണ്ട്. ഹോസ്റ്റലുകളിലും മറ്റും താമസിച്ചു പഠിക്കുന്ന അന്യജില്ലക്കാരായ വിദ്യാർത്ഥികളെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ ഇവിടെ വിദ്യാർത്ഥി സംഘടന നിത്യസംഭവമാണ്. കലാലയ രാഷ്ട്രീയം തെരുവിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുള്ള ഇവിടെ ക്രമസമാധാന പാലനത്തിനുള്ളത് 1-2 പോലീസുകാർ മാത്രമാണ്. ഔട്ട് പോസ്റ്റ് നിലവിലുണ്ടെങ്കിലും ഇവിടെ സ്ഥിതി പരിതാപകരമാണ്. മേൽക്കൂര തകർന്ന് ഇളകി മാറിയ ഓടിനുള്ളിലൂടെ വെള്ളം ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണിവിടെ. ചെറിയ ടൗൺ ആണെങ്കിലും നിരവധി ആളുകൾ വന്നുപോവുകയും താമസിക്കുകയും ചെയ്യുന്ന സ്ഥലമായി മുട്ടം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധനമാണുള്ളത്. അടിക്കടി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ പലതും ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് കാരണമാണ് സംഭവിക്കുന്നത്. ഇടുക്കി, ഈരാറ്റുപേട്ട, തൊടുപുഴ തുടങ്ങിയ റോഡുകൾ സംഗമിക്കുന്ന മുക്കവല അപകട കേന്ദ്രമാണ്. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസ് ഇല്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പോലീസിന്റെ സാന്നിധ്യമുണ്ടെങ്കിലും ബസ്സുകാരാണ് എവിടെ നിർത്തണമെന്നും തീരുമാനിക്കുന്നത്. ബസ് സ്റ്റോപ്പുകളിലൊന്നും ഇവർ ബസ്സുകൾ നിർത്തുന്നില്ല. മുട്ടത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി നടപ്പാക്കി മുട്ടത്തിന്റെ വികസനം പൂർണ്ണമാക്കണമെന്നും വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. VBC ന്യൂസ്, മുട്ടം. തൊടുപുഴ എഴല്ലൂർ റോഡിൽ മഠത്തിക്കണ്ടത്ത് സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയ ഓടകൾ നാട്ടുകാരും PWD അധികൃതരും ചേർന്ന് പുനർനിർമ്മിച്ചു. കഴിഞ്ഞ 1 വർഷമായി ഈ പ്രദേശത്തെ 5ഓളം വീട്ടുകാർ വീട് പണിയുമായി ബന്ധപ്പെട്ടാണ് ഓടകൾ നികത്തിയത്. ഇതുമൂലം മഴ പെയ്യുമ്പോൾ റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് നിത്യസംഭവമായി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിലാണ് ഓടകൾ പുനഃസ്ഥാപിച്ചത്. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ്, ഡെപ്യൂട്ടി തഹസിൽദാർ VE അബ്ബാസ്, കൗൺസിലർമാരായ സഫിയ ജബ്ബാർ, ജോർജ് താന്നിക്കൽ, PWD ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഓടകൾ പുനർനിർമ്മിച്ചത്. തൊടുപുഴ മടത്തിക്കണ്ടം ഭാഗത്ത് 8-ാം വാർഡും 9-ാം വാർഡും 10-ാം വാർഡും ചേർന്നുള്ള ഒരു കവലയാണ്. പഴയ വൃദ്ധസദനം ഇരിക്കുന്നതാണ്. ഇവിടെ കഴിഞ്ഞ 1 മാസക്കാലമായി പെയ്യുന്ന വെള്ളത്തിൽ വെള്ളക്കെട്ടാണ്. അത് പലതവണ 9-ാം വാർഡിലെ കൗൺസിലറിനോടും പലരും പരാതി പറഞ്ഞു, എന്നോടും പരാതി പറഞ്ഞു. 8-ാം വാർഡിലെ താമസക്കാരാണ് കൂടുതൽ പേരും ഈ വെള്ളക്കെട്ടിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്. 15 ദിവസം 20 ദിവസം നോക്കി നിന്നിട്ട് ഒരു നടപടി എടുക്കാതെ ഞാൻ ചെയർമാനെ വിളിച്ചു പറയുകയും ചെയർമാൻ കൃത്യ സ്പോട്ടിൽ വരികയും അതനുസരിച്ച് റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാർ എല്ലാവരും കൂടുകയും ഞങ്ങൾ എന്തിനു സപ്പോർട്ടുണ്ടെന്ന് പറയുകയും അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ. മഴ തുടരുന്നു. നിരവധി വീടുകൾക്ക് നാശം. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തനം തുടങ്ങി. കനത്ത മഴ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ വീടിന് ഭീഷണിയായി മണ്ണെടുത്ത് മാറ്റാൻ സാധിക്കാത്ത ഒരു കുടുംബം. പന്നിമറ്റം മാരിയിൽ വീട്ടിൽ സതീഷ് കുമാറും കുടുംബവുമാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം വിഷമിക്കുന്നത്. തൊടുപുഴയ്ക്ക് സമീപം ആലക്കോട് ജംഗ്ഷനിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന ബന്ധുക്കളായ 2 യുവാക്കൾ മരിച്ചു. മുത്തങ്ങയിൽ നിന്നും കുടിയിറക്കപ്പെട്ടവർക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുക, വേടൻ ഗോത്രത്തിന് പട്ടികവർഗ പദവി നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആദിവാസി സംഘടന നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. അശ്രണരെയും താളതെറ്റിയ മനസ്സുള്ളവരെയും സഹായിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അജിത് പാട്ടീൽ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ് തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.